നമുക്കിനി ഇതിന്റെ ഒരു ആയത്തുകളിലേക്ക് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر. അത്രയും മതി കേട്ടോ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുഅ്റിളൂ വയഖൂലൂ സിഹ്റുൻ മുസ്തമിർ وكذبوا واتبعوا أهواءهم وكل أمر مستقر ولقد جاءهم من الأنباء ما فيه مزدجر حكمة بالغة فما تغني النذر فتولى عنهم يوم يدعو الداعي إلى شيء نكر. ആറായത്തിരുന്നോട്ടെ കേട്ടാ. അഞ്ചിലല്ലേ ഞാൻ നേരത്തെ നിർത്തിയത്? ആറായത്തായിക്കോട്ടെ. ഇഖ്തറബത്തിസ് സാഅ. ഇഖ്തറബ എന്ന് പറഞ്ഞെന്താ? അല്ല, അടുത്തു. ഖരീബ് പഠിച്ചിട്ടില്ലേ? ഖരീബ്, ഖുർബ്, അതിൽ നിന്നാണെന്ത്? ഇഖ്തറബ. അസ്സാഅതു. വോളിയം കുറവുണ്ടോ? എന്റെ ശബ്ദമാണ് ക്ലിയർ അല്ലേ? നിങ്ങള് പിന്നെ നിങ്ങളുടെ മൊബൈലിലാണോ അത് കമ്പ്യൂട്ടറിലാണോ? ശബ്ദം കൂട്ടു, മൊബൈലിന്റെ ശബ്ദം കൂട്ടു, വോളിയം. ഓക്കെ. അപ്പോ ഇഖ്തറബത്തിസ് ഖുർബ് എന്ന പദത്തിൽ നിന്നാണ് ഇഖ്തറബ വന്നിട്ടുള്ളത്. ഇഖ്തറബത്തിസ് സാഅതു. സാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ശരിക്കും അതിന്റെ അർത്ഥം വാച്ച്, സമയം. സമയം എന്നാണ് അതിന്റെ അർത്ഥം, വാച്ച്. പക്ഷെ അസ്സാ എന്നുള്ളത് അന്ത്യനാളിന് പറയുന്ന മറ്റൊരു പേരാണ് കേട്ടാ, അസ്സാ. അപ്പൊ ഇഖ്തറബത്തിസ് സാഅതു എന്ന് ഇവിടെ പറഞ്ഞാൽ സമയം അടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തിന്റെ സമയം? അന്ത്യനാൾ അടുത്തു കഴിഞ്ഞു. ഖുർആനിൽ അസ്സാ എന്നുള്ള പദം ഉപയോഗിച്ചെടുത്തൊക്കെ അത് എന്തിനെ കുറിച്ചാണ്? അന്ത്യനാളിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇഖ്തറബത്തിസ് സാഅതു, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞു. വൻശഖൽ ഖമർ. ഇൻഷഖ എന്ന് പറഞ്ഞാൽ പിളർന്നു. ഷിഖ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിനാണ് ഷിഖ് എന്ന് പറയാ കേട്ടാ. ഒരു ഭാഗം, ഒരു നിസ്ഫ്, ഒരു ഭാഗം, ഒരു പകുതിക്കാണ് എന്ത് പറയാ? ഷിഖ് എന്ന് പറയാ. ഷിഖാഖ് എന്ന് പറയും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക, ആളുകൾ തമ്മിൽ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാവണേന് എന്ത് പറയും? ഷിഖാഖ് എന്ന് പറയും. ഷിഖാഖ്. അതിനുള്ള പദമാണ് ഇൻഷഖ. ചന്ദ്രൻ പിളർന്നു. ഇഖ്തറബത്തിസ് സാഅതു, അന്ത്യനാൾ അടുത്തു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. അപ്പോ ഇത് പറഞ്ഞിട്ടാണ് ചില പണ്ഡിതന്മാര് പറഞ്ഞത് രണ്ട് പദവും ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന? വെർബിന്റെ ടെൻസ് എന്താ? പാസ്റ്റ് ടെൻസ് അല്ലേ? മാളിയല്ലേ? അല്ലെ? മാളിയാണ്. അപ്പോ അന്ത്യനാള് അടുത്തു എന്ന് പറയുന്നതും ഇൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്നതും പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത് അങ്ങനെ ചന്ദ്രനൊന്നും പിളർന്നിട്ടൊന്നുമില്ല, പിന്നെയോ ഭാവിയിൽ പിളരും. ഏതുപോലെ? അന്ത്യനാൾ അടുത്തു എന്ന് പറയുന്നത് ഇപ്പൊ ശരിക്ക് അടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും പറയേണ്ടത് എങ്ങനെ? നാളെ മറ്റന്നാളൊക്കെ ആവണ്ടേ? നാളെ മറ്റന്നാളൊക്കെ ആവണം, അപ്പോഴാണല്ലോ അടുത്തെന്ന് പറയാ.
ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സാധനം സംഭവിക്കണേന് അടുത്തു എന്ന് പറയോ? അപ്പോ ഈ അടുത്തു എന്ന് പറയുന്നത് ഏതുപോലെ ഭാവിക്ക് ബാധകമാണോ അതുപോലെ ഇൻഷഖൽ ഖമർ എന്നത് ഭാവിക്ക് ബാധകമായ ഒരു വസ്തുതയാണ് എന്നാര് പറഞ്ഞിട്ടുണ്ട്? ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ് എന്നുള്ളത് 2-3 വസ്തുതകളുണ്ട്. ഒന്ന്, ഖുർആൻ ഈ ഫതറത്ത് അങ്ങനെ ഉണ്ടല്ലോ, വൈദൽ കവാകിബുൻ തസറത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചന്ദ്രൻ അവിടെ ആകാശം ഉതിർന്ന് വീഴുമ്പോൾ, നക്ഷത്രങ്ങൾ പൊട്ടിച്ചിതറുമ്പോൾ, സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ, ഇദശംസു കുവ്വിരത്ത്, അവിടെയൊക്കെ പറയുന്നത് ശരിക്കും നമുക്ക് ഭാവിയിലേക്ക് ഉള്ളതാണെന്ന് ദ്യോതിപ്പിക്കുന്ന പദങ്ങൾ അവിടെയുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പദം ഇല്ല എന്ന് മാത്രമല്ല, ഇനി ശേഷം വരുന്ന ആയത്തുകളൊക്കെ തന്നെ ഈ സംഭവത്തെ കളവാക്കിയ ആളുകളെ എതിരെ പറയുന്നതാണ്. നമുക്ക് ആയത്തുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിനർത്ഥം ഇത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ചന്ദ്രന്റെ പിളർപ്പിനെ കുറിച്ചല്ല, മറിച്ച് ചന്ദ്രൻ പിളർന്ന ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇത് പറയുന്നത് എന്നതാണ് പിന്നെ അതിനെതിരെയുള്ള വാദം. കേട്ടാ? ഓക്കെ. അപ്പൊ അന്ത്യനാൾ അടുത്തു, വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. വഇൻ യറൗ ആയതൻ, അവർ ഒരു ആയത്ത് കണ്ടാൽ, ഒരു ദൃഷ്ടാന്തം കണ്ടാൽ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദൃഷ്ടാന്തം കണ്ടാലും യുഅരിദു, അവരതിനെന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു. അറല യുഅരിദു എന്ന് പറഞ്ഞാല് അവഗണിക്കുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അറല യുഅരിദു, അവഗണിക്കുന്നു. വയഖൂലു, എന്നിട്ട് അവർ പറയുന്നു സിഹ്റുൻ മുസ്തമിർ. സിഹ്റുൻ, ഇതെന്താണ്? ഇതൊരു മാന്ത്രിക വിദ്യയാണ്. മുസ്തമിർ എന്ന് പറഞ്ഞാല് തുടർന്നു പോരുന്ന, അല്ലെങ്കിൽ നടപ്പുള്ള, പണ്ടേ നടപ്പുള്ള ഒരു മാന്ത്രിക വിദ്യയാണ് ഇത് എന്ന് പറഞ്ഞാല്, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ ഒരു മാരണക്കാരനാണ്, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണെന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടില്ലേ? അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. ഈ ചന്ദ്രൻ പിളർന്നത് എന്താണ്? വാസ്തവത്തിൽ ഒരു പണ്ടേ നടപ്പുള്ള ഒരു മാന്ത്രിക വിദ്യ തന്നെയാണ് എന്നവർ പറഞ്ഞു. അപ്പൊ എങ്ങനെ ആയത്ത് വരാം? വഇൻ യറൗ ആയതൻ, അവർ ഏത് തരത്തിലുള്ള ദൃഷ്ടാന്തം കണ്ടാലും യുഅരിദു, അവരെന്ത് ചെയ്യും? അവഗണിക്കും. വയഖൂലു, എന്നിട്ട് അവർ പറയും സിഹ്റുൻ മുസ്തമിർ, ഇതൊരു തുടർന്നു പോരുന്ന മായാജാലമാണ് എന്നവർ പറയും. ഈ സിഹർ തന്നെയാണോ മറ്റേ സിഹർ? മറ്റേ ഒരു സിഹർ ഉണ്ടല്ലോ, അതെന്താ? ആളുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു സിഹറിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടെ? അപ്പോ അതൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനത്തെ മായാജാലമാണ് കേട്ടോ. അതൊന്നും നടപ്പുള്ള ഒരു കാര്യമല്ല. അതിനൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ പേടിച്ച് ബേജാറായൊന്നിരിക്കണ്ട. അങ്ങനത്തെ ഒരു സിഹറോ ആർക്കും ചെയ്യാൻ പറ്റൂല. ഓക്കെ. വകദ്ദബു, അവരെന്ത് ചെയ്യുന്നു? അവരതിനെ കളവാക്കി. കണ്ടാ? വകദ്ദബ്, അല്ലെങ്കിൽ ഇത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ ഇപ്പൊ തന്നെ അവരതിനെ കളവാക്കി എന്നതിനെ കുറിച്ച് പറയേണ്ടതില്ല കേട്ടാ. കദ്ദബു, അവരതിനെ കളവാക്കി. വത്തബഉ, എന്നിട്ട് അവര് പിൻപറ്റി അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ അവർ പിൻപറ്റി. വകുല്ലു അംറിൻ മുസ്തഖർ, എന്നാൽ മനസ്സിലാക്കുക എല്ലാ സംഗതികളും ഒരവസാനത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. മനസ്സിലായോ എന്താ പറയുന്നത്? വകദ്ദബു, അവര് കളവാക്കി. ഈ ചന്ദ്രൻ ഇങ്ങനെ വ്യക്തമായി പിളർന്ന് കാണിച്ചിട്ടും, അള്ളാഹുവിന്റെ വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം അവർ കണ്ടിട്ടും അവരെന്ത് ചെയ്തു? കളവാക്കി. വത്തബഉ അഹ്വാഅഹും, അവര് സ്വന്തം ഇച്ഛകളെ പിൻപറ്റി. അതായത് അവർക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തിനാണ് ഒരു വിഭാഗം മനുഷ്യർ പരലോകത്തെ നിഷേധിക്കുന്നത്? പരലോകത്തെ നിഷേധിക്കുന്നതിന്റെ അടിസ്ഥാനം സ്വന്തത്തിനനുസരിച്ച് ജീവിക്കണം, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം. ആ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനാണ് അവരെന്ത് ചെയ്യുന്നത്? പരലോകത്തെ നിഷേധിക്കുന്നത്. കാരണം പരലോകത്തെ നിഷേധിച്ചാൽ
നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനും കണക്ക് പറയേണ്ടതില്ല എന്ന് വന്നാൽ പിന്നെന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാലോ. ഈ ഭൂമിയിൽ ചെയ്യണ ഒന്നിനും കണക്ക് പറയേണ്ടതില്ല, നമുക്ക് ഇഷ്ടമുള്ളോണം ജീവിക്കാം, തോന്നിയതുപോലെ ജീവിക്കാം. അങ്ങനെ ഒരാൾ പറയാൻ അടിസ്ഥാനമായിട്ടുള്ളത് പരലോകം നിഷേധിച്ചാലാണ് പറ്റുള്ളൂ അയാൾക്ക്. കാരണം പരലോകം ഉണ്ടെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നീതിയും ന്യായവും നടപ്പാവും. നമ്മൾ ചെയ്യുന്നത് ഭൂമിയിൽ ചെയ്യുന്ന എല്ലാറ്റിനും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇവിടെ ചെയ്യണ നന്മയ്ക്ക് അവിടെ പ്രതിഫലം കിട്ടും, ഇവിടെ ചെയ്യണ തിന്മയ്ക്ക് അവിടെ ശിക്ഷ കിട്ടും. അപ്പോ ഈ ചന്ദ്രനെ പിളർന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടും അതിനെ നിഷേധിച്ച ആളുകൾ വാസ്തവത്തിൽ ചെയ്തത് എന്താ? അവരുടെ ഇച്ഛകളെ പിൻപറ്റുകയാണ് ചെയ്തത്. ഇത്ര വലിയൊരു യാഥാർത്ഥ്യം കണ്ണുകൊണ്ട് കണ്ടിട്ടും അവരതിനെ കളവാക്കി. എന്നിട്ട് അള്ളാഹു പറയണു വകുല്ലു അംരിൻ മുസ്തഖർ, എല്ലാ മുസ്തഖിർ ഇസ്തഖറ എന്ന് പറഞ്ഞാൽ അവസാനം ഒരു സ്ഥാനത്ത് എത്തിപ്പെടുക എന്നാണ്. അതായത് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി അവസാനം ഒരു സ്ഥലത്ത് നിർത്തുക. ഒരു കറാർ എന്ന് പറഞ്ഞ ഒരു അഭയസ്ഥാനം, ഒരു കേന്ദ്രസ്ഥാനം. അങ്ങനെ പറയാം. ഒരു ലാസ്റ്റ് സ്റ്റോപ്പ്, ഒരു അവസാനം, പര്യവസാനം. എല്ലാറ്റിനും ഒരു പര്യവസാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ ഈ പറയുന്ന സംഗതിക്കും ഇപ്പൊ അവര് വിശ്വസിക്കുന്നില്ല, ശരിയാണ്. പക്ഷെ അവസാനം അന്ത്യനാള് കാണുമ്പോ മാത്രമേ അവർക്കത് ബോധ്യപ്പെടൂ. അതാണ് പറഞ്ഞത് കുല്ലു അംരിൻ മുസ്തഖർ, എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനമുണ്ട്. ഓക്കെ. വലഖദ് ജാഅഹും, അവർക്ക് എത്തിയിട്ടുണ്ട്, മിനൽ അംബാ. നബ എന്ന് പറഞ്ഞ എന്താ? നബ വാർത്ത. അംബാ വാർത്തകൾ. അതും പറയാം. അഖ്ബാർ പറയാം. പക്ഷെ നബഇനൊരു പ്രത്യേകത ഉണ്ട്. ആ വാർത്ത കുറച്ച് ഒരു താക്കീത് കൊടുക്കുന്ന വാർത്തയായിരിക്കും നബ. ഖബർ എന്ന് പറഞ്ഞപ്പോ ഇന്നലെ മിനിസ്റ്റർ മറ്റൊരു മിനിസ്റ്ററായിട്ട് കണ്ടു, സംസാരിച്ചു, ചർച്ച ചെയ്തു, അതൊരു വാർത്തയാണ് അല്ലെ? പക്ഷെ നബ എന്ന് പറഞ്ഞാല് നാളെ മഴ പെയ്യും, ഭയങ്കരമായ മഴ പെയ്യും എന്ന് പറയുന്നത് ഒരു വാർത്തയാണ്. പക്ഷെ ആ വാർത്തക്ക് എന്തുണ്ട്? എന്തോ സംഭവിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് ഇന്നലെ കാട്ടിലൊരു ഭയങ്കരമായ തീമഴ പെയ്തു എന്ന് പറയുന്നത് നബ ആണ്. കാരണം എന്താ? അതിനകത്തൊരു മുന്നറിയിപ്പുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർവിക സമുദായങ്ങളെ നശിപ്പിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. പൂർവിക സമുദായങ്ങളെ നശിപ്പിച്ചതിനെ കുറിച്ച്. ഇപ്പൊ ആദ് സമൂഹം, സമൂദ് ഗോത്രം, നൂഹ് നബിയുടെ സമുദായം, ലൂത്ത് നബിയുടെ സമുദായം, മുത്തഫിക്കത്ത്, ഇവരെയൊക്കെ നശിപ്പിച്ചതിനെ കുറിച്ചാണ്. അപ്പൊ അത്തരം വാർത്തകൾ ഇവർക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. മാഫീഹി മുസ്ദജിർ, ആ വാർത്തകളിലുണ്ട്. ഇസ്ദജറ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ അകന്നു നിൽക്കുക. അതായത് എന്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പാഠങ്ങളാണ്? ധിക്കാരത്തിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന വാർത്തകൾ ഇവർക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ പറയണ? വലഖദ് ജാഅഹും, അവർക്ക് വന്നു കിട്ടിയിട്ടുണ്ട്, മിനൽ അൻബ, വാർത്തകളിൽ നിന്ന് ഒരുപാട്, ഒരു തരം വാർത്ത, ഫീഹി, അതിലുണ്ട്, മുസ്ദജർ എന്ന് പറഞ്ഞാല് ധിക്കാരത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന, അതിന് മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇവർക്ക് വന്നിട്ടുണ്ട്. ഹിക്മത്തുൻ ബാലിഗ, ഹിക്മത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും കൃത്യമായിട്ടുള്ള ഉത്ബോധനം. ബാലിഗ എന്ന് പറഞ്ഞാൽ വളരെ മനസ്സിൽ തറക്കുന്ന, അതായത് കൃത്യമായ ഉത്ബോധന ലക്ഷ്യങ്ങളുള്ള. മാ തുഗനി നുദർ എന്ന് പറഞ്ഞാൽ ശരിക്കും താക്കീതുകൾ. അപ്പൊ ഹിക്മത്ത് അവർക്ക് നല്ല തത്വങ്ങൾ വന്ന് കിട്ടിയിട്ടുണ്ട്. ബാലിഗത്തുൻ, നല്ല സമ്പൂർണമായ തത്വങ്ങള്. ഫമാ തുഗനി നുദർ, അത് എന്താണ്? പക്ഷെ ഇവർക്കൊന്നും ഒരു മുന്നറിയിപ്പുകളും ഇവർക്ക് ഫലിക്കുന്നില്ല. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് തത്വങ്ങള്. ബാലിഗ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ.
ഏതർത്ഥത്തിലാണ് സമ്പൂർണ്ണമാകുക? ഹിക്മത്തുൻ ബാലിഗ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഉത്ബോധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തത്വങ്ങൾ. അതാണ് ഹിക്മത്തുൻ ബാലിഗ എന്ന് പറഞ്ഞ ഉദ്ദേശം. ഇപ്പൊ കഴിഞ്ഞുപോയ ആളുകളുടെ സമുദായങ്ങളുടെ ചരിത്രം അതെന്താണ്? അത് പഠിക്കുന്നവർക്ക് മനസ്സിലാവും അവരെന്തുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്, അല്ലെ? അവരുടെ മനസ്സിൽ തറക്കുന്ന പാഠങ്ങളാണത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഉള്ളിൽ തറക്കുന്ന പാഠങ്ങൾ എന്ന് ഹിക്മത്തുൻ ബാലിഗയ്ക്ക് പറയാം. ഉള്ളിൽ തറക്കുന്ന തത്വങ്ങൾ, പാഠങ്ങൾ, ഹൃദയങ്ങളിൽ അവർക്ക് ശരിക്ക് തുളച്ചു കയറുന്ന ഉത്ബോധനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഒരാളുടെ പ്രസംഗം കേട്ടുമ്പോൾ ആ പ്രസംഗം നമ്മുടെ ഉള്ളിലേക്കാണ് കയറി എന്ന് പറയില്ലേ? നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്തു എന്ന് പറയാറില്ലേ? അതിനാണ് എന്ത് പറയാ? ഹിക്മത്തുൻ ബാലിഗ. പക്ഷെ ഫമാ തുഗ്നിൻ നുദുർ, ഇത്രയൊക്കെ നല്ല ഹൃദയത്തിൽ തുളച്ചു കയറുന്ന മുന്നറിയിപ്പുകൾ ഇവർക്ക് കിട്ടിയിട്ടും ഫമാ തുഗ്നി, അവർക്കതൊന്നും ഉപകാരപ്പെട്ടില്ല. അന്നുദുർ, മുന്നറിയിപ്പുകൾ. മാ അഗ്ന അൻഹു മാലുഹു, കേട്ടല്ലേ? മാ അഗ്ന എന്താ അർത്ഥം? ഉപകാരപ്പെട്ടില്ല, അവന്റെ പണം അവന് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല. അതാണ് ഫമാ തുഗ്നിൻ നുദുർ. ആ മുന്നറിയിപ്പുകളൊന്നും അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഫതവല്ല അൻഹും, അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ ഇവരിൽ നിന്ന് മുഖം തിരിച്ചു കൊള്ളുക. യൗമ യദ്ഉ ദാഇ, തീർച്ചയായിട്ടും ഒരു വിളിച്ചുണർത്തുന്നവൻ ഇവരെ വിളിച്ചുണർത്തും. ഇലാ ഷൈഇൻ നുഖർ, അത്യന്തം ഭീകരമായ ഒരു സംഗതിയിലേക്ക് ഇവരെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. അതാരായിരിക്കും? അതാകാം, അങ്ങനെയാകാം. അല്ലെങ്കിൽ പിന്നെ മലക്കുകൾ പിന്നെ പരലോകത്ത് ഈ കാഹളം ഊതുമ്പോ, അല്ലെ? കാഹളം ഊതുമ്പോഴാണല്ലോ വനുഫിഖ ഫിസ്സൂർ, കാഹളം ഊതുമ്പോഴാണല്ലോ ഇവർ എഴുന്നേക്കുക. അപ്പൊ അതാകാം, ഇതൊക്കെ ആകാം. അതായത് അന്ത്യനാൾ മരണത്തിലേക്കും ആകാം. അതായത് ഇത് ശരിക്കും ആ ഒരു പദപ്രയോഗം, അതെ. പക്ഷെ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞത് ഇവര് ജീവിതത്തിൽ ഇപ്പൊ അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ ഇവരൊരു ഉറക്കത്തിലാണ്, എന്താണ്, അന്ധതയിലാണുള്ളത്. പക്ഷെ ഈ അന്ധതയിൽ നിന്ന് ഇവരെ കണ്ണ് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നെങ്കിൽ ഒന്നുകിൽ ഇവർ മരിക്കണം, അല്ലെങ്കിൽ ഇവർ ഖബറിലെത്തണം, അല്ലെങ്കിൽ ഇവർ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഏതടിസ്ഥാനത്തിലും ഇവർക്ക് എന്താണ്, പിന്നെ ഒരു ഉണർത്തുപാട്ട് കിട്ടണം ഇവർക്ക്. ആ ഉണർത്തുപാട്ട് എപ്പോഴേ ഉണ്ടാവുള്ളൂ? അന്ത്യനാളിലേ ഉണ്ടാവുള്ളൂ. മരണം എന്ന് പറയുന്നതും ഓരോരുത്തരുടെ അന്ത്യനാളാണല്ലോ. ഞാൻ പറഞ്ഞില്ല പലപ്പോഴും, അത് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മം മാത്ത ഫഖദ് ഉഖീമത് സാഅതുഹു, ആരെങ്കിലും മരിച്ചാൽ അവന്റെ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞു. കാരണം എന്താ? മരിക്കുന്നതോടുകൂടി അന്ത്യനാളിലേക്കുള്ള അവന്റെ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ പാസേജാണ്, അല്ലെ? അന്ത്യനാളിലേക്കുള്ള ആദ്യത്തെ ബസ് സ്റ്റേഷൻ, ആദ്യത്തെ സ്റ്റേഷൻ ഏതാ? മരണമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ പോകുന്നത് ഖബറിലേക്കാണ്. ഖബറിൽ ചോദ്യങ്ങളുണ്ട്. ചോദ്യം ചോദിക്കുന്നതോടുകൂടി വേണ്ട, മലക്കുൽ മൗത്ത് വരുന്നതോടുകൂടി അവന് തിരിയും, ഞാൻ എങ്ങോട്ടാ പോണെന്ന്. അന്ത്യനാളിന്റെ ഫസ്റ്റ് സ്റ്റേഷൻ, അതാ ഞാൻ പറഞ്ഞ. ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റേഷൻ അല്ല പറഞ്ഞ, മറിച്ച് അന്ത്യനാളിന്റെ ഫസ്റ്റ് സ്റ്റേഷൻ മരണമാണ്. പിന്നത്തെ സെക്കൻഡ് സ്റ്റേഷൻ ഖബർ, പിന്നത്തെ സ്റ്റേഷൻ മഹ്ശർ, പിന്നത്തെ സ്റ്റേഷൻ എയ്തർ ജന്ന, ഇമ്മൽ ജന്ന വ ഇമ്മന്നാർ. കേട്ടാ? മൊത്തം ജീവിതത്തിന്റെ ഫസ്റ്റ് സ്റ്റേഷൻ ഖബറിന് മുമ്പുണ്ട്, ഉമ്മയുടെ ഗർഭപാത്രത്തിന് മുമ്പുണ്ട് ഒരു സ്റ്റേജ്. എന്താണ്? ഹല്ലത അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ, പറയപ്പെടാതിരുന്ന ഒരു വസ്തു അല്ലാതിരുന്ന ഒരു കാലഘട്ടം അവനുണ്ടായിട്ടില്ലേ? അതാണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയായിട്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ അവൻ പതിക്കുന്ന രണ്ടാമത്തെ ഘട്ടം. പിന്നെ മൂന്നാമത്തെ ഘട്ടം ഈ ഭൂമിയിലെ ജീവിതം. നാലാമത്തെ ഘട്ടം മരണം, ബർസഖാണ് അഞ്ചാമത്തെ ഘട്ടം. അങ്ങനെ അത് പല പാസേജുകളായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. 7 പാസേജ് ഉണ്ടെന്ന് പറയുന്നവർ, 7 സ്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, 4 സ്റ്റേഷൻ 5 സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി, അന്ത്യനാളിന്റെ ആദ്യത്തെ സ്റ്റേഷനാണെന്ത്? മരണം. അപ്പോ ഇവിടെ യൗമ യദ്ഉ ദാഇ, ഒരു വിളിക്കുന്നവൻ വിളിച്ചുണർത്തുന്നത് വരെ,
ഇലാ ഷൈഇൻ നുക്ർ, അത്യന്തം ഭീകരമായ ഒരു സംഗതിയിലേക്ക്. എന്താണ് ഈ ഭീകരമായ സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ശരിക്ക് ഭീകരം എന്ന അർത്ഥം പറയാം, അല്ലെങ്കിൽ നുക്ർ എന്ന് പറഞ്ഞാൽ അപരിചിതമായ ഒരു കാര്യം എന്ന് പറയാം. നെക്കിറ മാരിഫ എന്ന് കേട്ടിട്ടുണ്ടോ? നെക്കിറ മാരിഫ, അങ്ങനെ ഒരു വർത്താനം ഉണ്ട് അറബിയിൽ. എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷില് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും. വെരി ഗുഡ്. അതായത് ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ദി ചേർത്തിട്ട് പറയും ഡെഫിനിറ്റ്, ഇൻഡെഫിനിറ്റ്. ദി ചേർക്കാതെ പറയും. ഒരു സി, ഏതെങ്കിലും ഒരു സിക്ക് സി പറയും. ദ സി എന്ന് പറയുമ്പോൾ നമുക്ക് ദ അറേബ്യൻ സി, ദി അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ ഇവിടെ ഷൈഇൻ നുക്ർ എന്ന് പറയുന്നത് അപരിചിതമായ ഒരു സംഗതി എന്നും പറയാം. അതായത് മുമ്പൊരിക്കലും ഊഹിക്കുകയോ അതിന്റെ ഒരു രൂപവും അവരുടെ ഒരു സങ്കല്പത്തിൽ വരികയോ ചെയ്തിട്ടില്ലാത്തൊരു സംഗതി. അതാണിക്കുമല്ലോ അവർക്ക് പരലോകം, അല്ലെ? ഈ പരലോകത്തിൽ അവിശ്വസിക്കുന്നവർക്ക് മരണത്തോടുകൂടി വെളിപ്പെടുന്ന ഒരു സംഗതിയാണെന്ത്? പരലോകം. ഈ മരിച്ചവരാരെങ്കിലും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, വാജ്പേയിയോ അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് മരിച്ചുപോയ ആരെങ്കിലും ഒക്കെ വല്ല നമ്രൂദോ ഫിറോവനൊക്കെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ മോഡിയൊന്നും ഇങ്ങനെ കാണിക്കൂലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആരും വരൂല, ഒരാളും വരൂല. വേണ്ട, ഈ അടുത്ത് മരിച്ചുപോയ സുഷമ സ്വരാജ് വന്നിട്ട് പറഞ്ഞാലും മതിയായിരുന്നു, മക്കളെ ഈ പിന്നെ ചാണകം അല്ലെങ്കിൽ ഗോമൂത്രവും ഇതും കൊണ്ടൊന്നും നമ്മൾ അവിടെ രക്ഷപ്പെടൂല എന്നൊന്നും പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെ മൊത്തം രക്ഷപ്പെട്ടേനെ. പെട്രോളിന്റെ വിലയൊക്കെ നാളെ തന്നെ ഒരു 10 രൂപ ആയേനെ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊന്നും അവിടുന്ന് പോയവരാരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അല്ല അരുൺ ജെയ്റ്റ്ലിയോ അല്ല, ഞാനത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിച്ചാലും മതി കേട്ടാ. അപ്പോ സംഗതി അതാണ്. അതുകൊണ്ടാണ് ഈ ഷൈഉൻ നുക്ർ എന്ന് പറഞ്ഞത്. അപരിചിതമായ ഒരു സംഗതിയാണത്. പ്രത്യേകിച്ച് അവിശ്വാസികൾക്കാണല്ലോ അത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നുള്ളത് നമ്മുടെ അടുത്ത് തെറ്റുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമുക്കറിയാം പരലോകമുണ്ട്, വിചാരണയുണ്ട്, ഖബറുണ്ട്, ഖബറിൽ രക്ഷാശിക്ഷകളുണ്ട്, ബർസഖിയായ ജീവിതം അതുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് തീർത്തും അപരിചിതമായ ഒരു സംഗതിയോ ഭീകരമായ ഒരു സംഗതിയോ അല്ല. ഇത് ആർക്കാണ് ഇത് ഭീകരമാവുക? തീരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്ന ആളുകൾക്കാണ് ഇത് ഭീകരമാവുക. മനസ്സിലായോ? അതുകൊണ്ടാണ് ഷൈഇൻ നുക്ർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമ്മൾ ആയത്തുകളുടെ അർത്ഥം കേട്ടു നോക്കൂ. ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം. എന്താർത്ഥം? അന്ത്യനാള് അടുത്തു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു. വഇൻ യറൗ ആയതൻ, അവർ ഏത് ദൃഷ്ടാന്തം അവർ കണ്ടാലും കാണുകയാണെങ്കിലും യുഅ്രിദു, അവരതിനെ അവഗണിക്കുന്നു. വയഖൂലു, അവർ പറയുന്നു സിഹ്റുൻ മുസ്തമിർ, ഇത് തുടർന്നു പോരുന്ന, നേരത്തെ തന്നെ തുടർന്നു പോരുന്ന മാരണവിദ്യയാണ്, മന്ത്രജാലമാണ് ഇത് എന്നവർ പറയുന്നു. മായിക വിദ്യയാണ് എന്നവർ പറയുന്നു. വകദ്ദബു, അവരെന്ത് ചെയ്യുന്നു? കളവാക്കുന്നു. വത്തബഉ അഹ്വാഅഹും, അവരുടെ ഇച്ഛകൾ അവർ പിൻപറ്റുന്നു. വകുല്ലു അംറിൻ മുസ്തഖിർ, എല്ലാറ്റിനും ഒരു പര്യാവസാനമുണ്ട്. വലഖദ് ജാഅഹും മിനൽ അംബാ, അവർക്ക് വാർത്തകൾ, ധാരാളം വാർത്തകൾ വന്നു കിട്ടിയിട്ടുണ്ട്. മാഫീഹി മുസ്തജർ, അതിൽ ആ വാർത്തകളിലുണ്ട് എന്ത്? മുസ്തജർ, അവരെ ധിക്കാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ധിക്കാരത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുന്ന വാർത്തകൾ അവർക്കുണ്ട്. ഏതെല്ലാം വാർത്തകളാണ് അതിനെ കുറിച്ച് പറഞ്ഞ? കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ വാർത്തകളാണത്. ഹിക്മത്തുൻ ബാലിഗ, തത്വങ്ങള്, തികവാർന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന തത്വത്തിന്റെ പാഠങ്ങള്, അത്തരം പാഠങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. ഫമാ തുഗ്നിൻ നുദർ, പക്ഷെ
പക്ഷെ ഒരു മുന്നറിയിപ്പുകളും ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും അവർക്ക് ഉപകാരപ്പെടുന്നില്ല. ഫതവല്ല അൻഹും, അതുകൊണ്ട് പ്രവാചകരെ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞേക്കൂ. യൗമ യദ്ഉ ദാഇ, ഒരു വിളിക്കുന്ന ആള് അവരെ വിളിക്കും. ഇലാ ഷൈഇൻ നുക്ർ, അതിഭീകരമായ അല്ലെങ്കിൽ അപരിചിതമായ സംഗതിയിലേക്ക് അവരെ വിളിച്ചുണർത്തുന്ന ഒരു വിളിയാളൻ ആ വരുന്ന ദിവസം വരെ അവരെ വിട്ടേക്ക്. അത് കഴിയുമ്പോൾ പിന്നെ അവർക്കത് മനസ്സിലായിക്കോളും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇത് നോക്കൂ, ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത കണ്ടോ? എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് എങ്ങനെയാ? എല്ലാ ആയത്തുകളും എങ്ങനെയാ? റായിലാണ് അല്ലെ? അൻഷഖൽ ഖമർ, എന്താ മുസ്തമിർ, മുസ്തഖിർ. അതിന്റെ ഒരു ഋതം, ആ ഒരു ഋതമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുസ്ദജർ, തുഗ്നിൻ നുദർ, നുക്ർ, മുൻതശിർ, അങ്ങനെ അങ്ങ് പോവാണ്. യൗമുൻ അസർ. ഇത് അതൊരു അത് ശരിക്ക് അതിലൂടെ തന്നെ അള്ളാഹു ആ വാക്ക് കേൾക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ആ വാചകം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ തന്നെ അതിലെന്തുണ്ട്, നമുക്കൊരു ഫീൽ ഉണ്ട്. ഇതൊരു വലിയ വർത്താനത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. എങ്ങനെ? അതെ, കറക്റ്റ്. ഒരു കാഠിന്യം ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ വലിയ ഒരു വർത്തമാനമാണ് ഈ പറയുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള വർത്തമാനമാണ്. നമ്മുടെ കോമഡി അല്ല, നേരത്തെ പറഞ്ഞ കോമഡി അല്ല ഈ പറയുന്നത്, മറിച്ച് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. ശ്രദ്ധ കൊടുക്കണം, മനസ്സിലാക്കണം, പഠിക്കണം എന്നൊക്കെയുള്ള ഒരു വർത്താനമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പൊ ഈ പറഞ്ഞതിലോ അമ്രല്ല, അമ്ര വരിക ഇസ്തഖിർ എന്ന് പറഞ്ഞിട്ടാണ് വരിക അമ്രാണെങ്കിൽ. ഇത് മുസ്തഖിർ എന്ന് പറഞ്ഞത് ഇസ്മു ഫായില് തന്നെയാണ്. ഇസ്മു ഫായില് തന്നെയാണ്. അതായത് മുസ്തജർ, അതൊക്കെ ഇസ്മു ഫായിലാണ്. അതായത് 3 അക്ഷരങ്ങൾ ഉള്ളതിന്റെ ഇസ്മു ഫായില് ഫായിൽ എന്ന രൂപത്തിലായിരിക്കും. ഇതുപോലെ സമിഅ, സാമിഅ, ഗഫറ, ഗാഫിർ, റഹിമ, റാഹിമ പോലെ. പക്ഷെ 4 അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വരാം. ഇപ്പൊ ഇത് അക്രമ, മുഖ്രിം, അക്രമ, മുഖ്രിം, മനസ്സിലായോ? അഹ്സന, അഹ്സന, മുഹ്സിൻ, മുഹ്സിൻ, അതുപോലെ. ഓക്കെ, ആമന, മുഅ്മിൻ, ആമന, മുഅ്മിൻ. അതെന്താ? 3 അക്ഷരത്തിൽ കൂടുതലുണ്ടെങ്കിൽ അപ്പൊ അത് ഇസ്മു ഫായിലാണ് കേട്ടാ. ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം, അത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി പറയാം, അത് ആ പ്രവർത്തിക്കുന്ന ഒരു കർത്തൃനാമം എന്ന് പറയാം. കർത്തൃനാമം, അതായത് പ്രവർത്തിക്കുന്ന ആളെ ഒരു ഫെയിലിന്റെ കർത്തരി പ്രയോഗം എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എവിടുന്നോ ഇസ്മുഫാലും ഇസ്മുഫിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അതാണ് നോ പ്രോബ്ലം. ഇൻഷാ അല്ലാഹ് മലയാളം ക്ലാസ് കൂടെ നമുക്ക് തുടങ്ങാം ഇതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, ശരി. മറ്റെന്തെങ്കിലും? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും അത് ജീവിതത്തിന്റെ വളരെ നിർണായകമായ ഒരു ഭാഗമായി മാറുകയും അങ്ങനെ ഖുർആനിനെ സ്നേഹിക്കുകയും ഖുർആനിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ വസന്തവും നമ്മുടെ നെഞ്ചിന്റെ പ്രകാശവും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളെ നീക്കിക്കളയുന്നതും നമ്മുടെ ദുഃഖങ്ങളെയും പരാതികളെയും ഒക്കെ ഇല്ലാതാക്കി കളയുകയും ചെയ്യുന്ന ഒരു സംഗതിയാക്കി പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു മാറ്റുമാറാകട്ടെ. ഖുർആൻ പഠിക്കാനും അത് ഓർത്തിരിക്കുവാനും അത് പാരായണം ചെയ്യാനും അത് ഹിഫ്ലാക്കാനും ഒക്കെയുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.